ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെള്ളരിക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വെള്ളരിക്ക വെച്ചിട്ടൊരു ദോശ. അപ്പോൾ ഇതിന് നമുക്ക് പച്ചരി ഒരു കപ്പ് എടുക്കണം. ഒരു 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. പിന്നെ അതിൽ വെള്ളമൊക്കെ മാറ്റി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ടേസ്റ്റുള്ളതും അതേപോലെ തന്നെ സോഫ്റ്റായിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട് 1 കപ്പ് അരിക്ക്. അപ്പോൾ നമ്മുടെ 250 ml കപ്പിൻ്റെ 1 കപ്പ് അരിയാണ്. അപ്പോൾ ഇതൊക്കെ തോലൊക്കെ ഇതുപോലെ കളഞ്ഞിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് അരിയുടെ കൂടെ തന്നെ ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ കഴുകിയിട്ട് വേണം തോലൊക്കെ കളയാനായിട്ട്. എന്നിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ വലിയൊരു വെള്ളരിക്കയാണ് എടുക്കുന്നതെങ്കിൽ ഒരു വെള്ളരിക്ക എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ സാലഡ് വെള്ളരിയോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വെള്ളരിക്ക വെച്ചിട്ടും ഈ ദോശ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുക പുളിശ്ശേരിക്കോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആ വെള്ളരിക്കും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് അവിലാണ്. അവിലിതുപോലെ നല്ലപോലെ കഴുകിയിട്ട് ഒരു കട്ടിയുള്ള അവിലാണെങ്കിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. അല്ല പെട്ടെന്ന് കട്ടിയില്ലാത്ത അവിലാണെങ്കിൽ കഴുകിയ ഉടനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് നൈസായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് അധികം വെള്ളം ചേർക്കേണ്ടി വരില്ല. കാരണം ഈ വെള്ളരിക്കയിൽ തന്നെ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് കൂടുതലായിട്ട് വേണ്ടി വരില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക. നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ഈ ബാറ്റർ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് പുളിച്ച് പൊങ്ങി വരാനായിട്ട് വെക്കണം. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ വെച്ചാൽ തന്നെ അത് നല്ലപോലെ പൊങ്ങി വരും. പിന്നെ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാത്രിക്ക് ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ രാത്രി അരച്ച് വയ്ക്കുകയാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഏതിന് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തു വയ്ക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണത്. കാരണം ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഈ ദോശ. അപ്പോൾ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലപോലെ ഇത് അടുത്ത ദിവസം നോക്കി ഞാനിപ്പോൾ രാവിലെയാണ് അരച്ച് വെച്ചത്. അപ്പോൾ വൈകുന്നേരം നോക്കിയപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിരുന്നു. അപ്പോൾ ഈ പൊങ്ങി വന്ന മാവ് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായ ദോശക്കല്ലിലേക്ക് ഇത് മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഒരുപാട് നേരം നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് പരത്തിയെടുത്താൽ മതിയാകും. പരത്തിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നിങ്ങൾക്ക് കാണാം നല്ല ഇങ്ങനെ കുത്തായിട്ട് നല്ല ഇതുപോലെ വന്നിട്ടുണ്ട്, ബബിൾസ് നിറയെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള കുക്കുംബർ ദോശ റെഡിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളിനുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ദോശ നമുക്ക് കോക്കനട്ട് ചട്നിയുടെ കൂടെയോ ഏതെങ്കിലും ചട്നി, ടൊമാറ്റോ ചട്നി എല്ലാത്തിൻ്റെ കൂടെയും നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.